ഏഷ്യാനെറ്റ് പ്രേക്ഷകർ നിലവിൽ കാത്തിരിക്കുന്ന ഷോകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10. ഈ സമയത്ത് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ആയിരുന്നെങ്കിലും ബിഗ് ബോസ് ഒരു പക്ഷേ ഏറെ വൈകിയേക്കുമെന്ന വാർത്തകൾ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ ചാനൽ ഈ വിഷയത്തിൽ കാര്യമായി ഒന്നും പറയുന്നുമില്ല. എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് സ്റ്റാർ സിംഗറിന്റെ പൊതു ഓഡീഷനുമായി എത്തി ചാനൽ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് ഒരു സീസൺ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല. നിലവിൽ ഫെബ്രുവരി 2 വരെയാണ് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഓഡീഷൻ നടക്കുന്നത്. എന്നാൽ ഓഡീഷനുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ നിങ്ങൾ കണ്ടിരുന്നു. ഓഡീഷന്റെ പ്രക്രിയ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചെല്ലാം ഏഷ്യാനെറ്റ് ഔദ്യോഗികമായി പറയുന്നുണ്ട്. സ്റ്റാർ സിംഗർ സീസൺ 10 ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത്. അതിലെ പ്രധാന ഒരു വിവരം ഇതാണ്. ഓഡീഷനെ കുറിച്ചാണത്. സ്റ്റാർ സിംഗർ ഓഡീഷനുകൾ 3 ലെവലുകളിലായിട്ടായിരിക്കും നടത്തപ്പെടുക. ആദ്യ ലെവൽ ഓഡീഷനാണ് നിലവിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാഥമിക ഓഡീഷൻ. ഇതാണ് ആദ്യഘട്ടമായ വാക്ക്-ഇൻ ഓഡീഷൻ. അതിന്റെ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഇതിനോടകം ഉൾപ്പെടുത്തിയിരുന്നു. ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ അടുത്ത ലെവൽ ഓഡീഷന് ക്ഷണിക്കും. നിലവിൽ കൊച്ചിയിലാണ് ഇത് നടത്തപ്പെടാൻ സാധ്യത. എന്നാൽ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ചാനലിന് അവകാശമുണ്ട് താനും. അതിന് 2 ഭാഗങ്ങളുണ്ടാകും. രണ്ടാമത്തെ ഈ ലെവൽ അറിയപ്പെടുക ഓൺ ഗ്രൗണ്ട് ഓഡീഷൻ അല്ലെങ്കിൽ സ്റ്റുഡിയോ ഓഡീഷൻ എന്നായിരിക്കും. ഈ ലെവൽ ഓഡീഷൻ 2 റൗണ്ടുകളിലായിരിക്കും. ആദ്യം ഒരു പെർഫോമൻസ് റൗണ്ടും അതിൽ സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ഒരു ഇന്റർവ്യൂ റൗണ്ടും. ഈ ലെവലിൽ എല്ലാവരും പെർഫോമൻസ് റൗണ്ടിൽ പങ്കെടുക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, രണ്ടാമത്തെ ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവർക്കായി നിശ്ചയിക്കുന്ന ദിവസം റിപ്പോർട്ടിംഗ് ടൈമിനുള്ളിൽ എത്തേണ്ടതായുണ്ട്. ആ ടൈം രാവിലെ 9:30 സാധ്യത. ഇത് ചാനൽ പ്രവർത്തകർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ അറിയിക്കും. ഈ രണ്ടാമത്തെ ലെവലിലെ രണ്ടാമത്തെ റൗണ്ടായ ഇന്റർവ്യൂ റൗണ്ടിൽ കാൻഡിഡേറ്റിൻ്റെ പേഴ്സണാലിറ്റിയും സോങ് സെലക്ഷനും ഉൾപ്പെടെ വളരെ വിശദമായ കാര്യങ്ങൾ വിശദമായ രീതിയിൽ തന്നെ ചാനൽ ഇവാലുവേറ്റ് ചെയ്യും. അവരിൽ നിന്നുമാകും 3ാം ലെവലിലേക്ക് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ടെലിവൈസ്ഡ് ഓഡീഷൻ എന്ന 3ാം റൗണ്ട് കൊച്ചിയിലാകും നടത്തപ്പെടുക. 30 ദിവസം വരെ ഈ റൗണ്ട് നീണ്ടു നിൽക്കാം. ഈ ലെവലിൻ്റെ ഭാഗമായി പേഴ്സണാലിറ്റി ട്രെയിനിങ്ങും ഗ്രൂമിങ്ങും ഒക്കെ കാൻഡിഡേറ്റിന് നൽകും. അതിനുശേഷമാകും ഈ ലെവൽ 3 മത്സരാർത്ഥികളിൽ നിന്ന് ഷോയിൽ പങ്കെടുക്കാൻ ഫൈനൽ താരങ്ങളെ തിരഞ്ഞെടുക്കുക. ഇതിനായി പരിഗണിക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ച് ടേംസ് ആൻഡ് കണ്ടീഷനിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിലവിൽ ചാനൽ ജിയോ സ്റ്റാർ എന്ന പുതിയ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ടേംസ് ഓഡീഷനെ കുറിച്ചും മൈനറായ പാർട്ടിസിപ്പൻസിനെ കുറിച്ചുമെല്ലാം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ആ ടേംസ് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ലിങ്ക് ആദ്യ കമൻറ്റിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ ഓഡീഷനിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ ആ ടേംസ് ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ചോളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.